ഒരു കാലത്ത് റോഡ് വാണിരുന്ന രാജാക്കന്മാർ. പഴക്കം ചെല്ലുന്തോറും പ്രൗഢിയും മൂല്യവും കൂടുന്ന വാഹനങ്ങളാണ് ക്ലാസിക് കാറുകൾ. അങ്ങനെ 4 രാജാക്കന്മാർ നിരന്നു കിടക്കുന്ന ദുബൈ മെഡോസിലെ ഒരു മലയാളിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഈ നിരന്നു കിടക്കുന്ന രാജാക്കന്മാരുടെ ഒക്കെ ഉടമ തലശ്ശേരി സ്വദേശിയായ അബ്ദുള്ള നൂറുദ്ദീനാണ് നമ്മോടൊപ്പം. അബ്ദുൽ സാഹിബ്, എത്ര കാലമായിട്ട് തുടങ്ങിയിരിക്കുന്നു ഈ ക്ലാസിക് കാറുകളോടുള്ള പ്രണയം? ഞാൻ ഇവിടെ ദുബൈയിൽ തുടങ്ങിയിട്ട് 5 വർഷമായി. പക്ഷേ ഞാനിവിടെ ഗൾഫിൽ വരുന്നതിന് മുമ്പ് നാട്ടിൻ്റെ ഒരു 35 വർഷം മുമ്പ് ഇതും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് പഴയ കാറുകളുമായിട്ട്. അതിനുശേഷം എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, സ്ലോ ആക്കി, വീണ്ടും ഒരു ചുറ്റുപാട് വന്നപ്പോൾ മാറ്റി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സ്വന്തമാക്കിയ ക്ലാസിക് കാർ ഇവിടെയാണോ? അല്ല, നാട്ടിലെ മോറിസ് മൈനർ, ഹെറാൾഡ് പെനന്റ്, അംബാസഡറിന്റെ വളരെ പഴയത്, ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് വാഹനങ്ങളോടുള്ള പ്രണയത്തിലാണോ തുടക്കം, അല്ലെങ്കിൽ പഴയ വസ്തുക്കളോടുള്ള പ്രണയത്തിലാണോ? എന്താണ് ഇതിന്റെ കാതൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ട്. ഞാൻ വളരെ ചെറുതിൽ തന്നെ വാഹനങ്ങളോട് ഒരുപാട് പ്രണയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അതായത് വണ്ടി ഓടിക്കുക, സ്പീഡിൽ പോവുക എന്നൊക്കെയായിരുന്നു മുമ്പേ ഉള്ളത്. 18 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ കാറ്, ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിൾ, ഹെവി ലൈസൻസ് എല്ലാം നാട്ടിൽ നിന്ന് എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ആൻറ്റി കളക്ഷൻ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാതാപിതാക്കൾ മുമ്പ് കൊണ്ടു നടന്നതും അവരെ വീട്ടിലിരുന്നതും അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ ഒന്നും കൂടി നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കളക്ഷനിലെ പുതിയ ആളാരാണ്? ഏറ്റവും പുതിയത് ഇതാണ്, ഷെവർലെ കോർവെറ്റ് 1964. ഇതിപ്പോ വന്നിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഒരു റെയർ കളക്ഷനാണ്. ഈവൻ UAE തന്നെ ഒരു 2-3 ഇതുണ്ടാവുള്ളൂ. എല്ലാവരും അങ്ങനെ കൊണ്ടുവരില്ല. ക്ലാസിക് കാർ ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സെലക്ടഡ് കാർ നോക്കിയിട്ട് എടുക്കുന്നത്. അതുമല്ല അതിന്റെ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ കൂടി ഞാൻ നോക്കുന്നത്. അങ്ങനെയാണ് ഇത് ഞാൻ USA ഞാൻ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കൊണ്ടാണ്. ദുബൈയിൽ വന്നിട്ട് ഈ കളക്ഷൻ ഒക്കെ തുടങ്ങിയിട്ട് ആദ്യം സ്വന്തമാക്കിയത് ഏത് ക്ലാസിക് കാറാണ്? ഞാൻ ദുബൈയിൽ വന്നതിന് ശേഷം ക്ലാസിക് കാർ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം വാങ്ങിയ കാർ ഇതാണ്. 1958. ഇതൊരു റയർ കളക്ഷന്റെ ഒരു ബ്യൂട്ടിഫുൾ കാറാണ്. സെലക്ടഡ് കാർ. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ജനറേഷൻ ഷെവർലെയുടെ ആദ്യ ജനറേഷൻ. ഇത് ആ കാലത്ത് മിലിറ്ററിയിൽ നിന്നൊക്കെ യുദ്ധം ചെയ്യുന്ന അമേരിക്കയില് കഴിഞ്ഞ് വന്ന ആളുകൾക്ക് അമേരിക്കൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. ഫാമിലി ആയിട്ട് ഒരു കപ്പിൾസിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതാണ് എല്ലാം രണ്ടും 2 സീറ്ററാണ്. ഇത് 1964 ആണ്. അത് 1958 ഫസ്റ്റ് ജനറേഷൻ. ഇത് അതിന്റെ സെക്കൻഡ് ജനറേഷൻ. അതാണ് അതും തമ്മിലുള്ള വ്യത്യാസം. അതായത് അതിൽ നിന്ന് ഒരുപാട് മോഡിഫൈ ചെയ്തിട്ടാണ് അവർ സെക്കൻഡ് ജനറേഷൻ കൊണ്ടുവന്നത്. അത് BMW ആണ് അല്ലേ? അതെ, ഇത് വൺ ഓഫ് ദ റെയർ കളക്ഷൻ. ഇത് ദുബായിൽ ഞാനാണ് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. ആളുടെ BMW എന്താ? BMW ഇസെറ്റ. ഇത് 1957. ഇതിന്റെ തുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡോറാണ്. ഇതിലെ കൂടിയാണ് എൻട്രി. മുന്നിൽ കൂടിയാണ് കയറുക. ഈവൻ സ്റ്റിയറിംഗും ആ ഡോറിന്റെ കൂടെ തന്നെ. അതെ. എല്ലാം
ചുവപ്പ് കാറാണ്, കൂട്ടത്തിലൊരു കറുത്ത കുതിര ഇദ്ദേഹമാണ്. ഈ കറുത്ത കുതിര എന്താ ഞാനിത് കളർ മാറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് മൂവിയിലുള്ള ഒരു കാറാണ്. സിനിമ നടനാണ്. അതെ, ഒരു സിനിമാ നടനാണ്. സ്റ്റോം ദ യാർഡ് എന്നുള്ള ഒരു വളരെ ഫേമസ് മൂവിയിലുള്ള കാറാണ്. ഇത് റിമോട്ടിൽ തുറക്കുന്ന ഹാൻഡിലാണ്. പിന്നെ വളരെ ഒരു പവർഫുൾ കാറാണ്. അപ്പം ഞാൻ അത് ബ്ലാക്ക് അതുപോലെ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആ ബ്ലാക്ക് ബ്യൂട്ടി എന്നുള്ള രീതിയിലാണത് അങ്ങനെ തന്നെ മെയിൻ ചെയ്തത്. മൊത്തത്തിൽ എത്ര വാഹനമുണ്ട്? അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. എങ്കിലും 5-8 കാറുകളുണ്ട്. പലതിനും 12233 എന്ന നമ്പർ കാണുന്നത്. ആ നമ്പറിന്റെ പ്രത്യേകത അത് ശരിക്കും ഒരു ഫാൻസി നമ്പർ ആയിട്ട് എടുത്ത് ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ലക്കി നമ്പറാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. അത് കാണുമ്പോഴേ ഒരു ലുക്ക് ഉള്ളത് കൊണ്ട് ആ നമ്പർ ഇങ്ങനെ എടുത്തു വരികയാണ്. എന്തായാലും നമുക്കൊരു യാത്ര വരണത്തിൽ നിങ്ങൾ തീരുമാനിക്കണം ഏതിൽ പോകണം എന്നുള്ളത്. നിങ്ങളുടെ ചോയ്സ് ആണ്. നമുക്ക് പുതിയ വണ്ടിയിൽ തന്നെ പോകാം, പുതിയ കളക്ഷനിൽ. എത്ര വർഷം പഴക്കാകുമ്പോഴാണ് ഒരു കാർ ക്ലാസിക് ആയിട്ട് ഇവർ കണക്കാക്കുക? അത് 30 years. ഒരു കാർ 30 years കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലാസിക്കിന്റെ ഗണത്തിലേക്ക് പോകും. പുതിയ വണ്ടിയും പഴയ വണ്ടിയും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ സാധിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താ പ്രധാന വ്യത്യാസം തോന്നാറ്? ഈ പഴയ വണ്ടി ഓടിക്കുമ്പോഴല്ലോ നമുക്ക് ശരിയായ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. ഇപ്പൊ പുതിയ വണ്ടി എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് ഗിയർ മാറ്റി ഒന്ന് സ്ലോ ആക്കി വീണ്ടും ഗിയർ ഫസ്റ്റിലിട്ട് ന്യൂട്രാക്കി ഇങ്ങനെയുള്ള ഒരു ഫീൽ ഉണ്ടാവും. എനിക്കിതാ കൂടുതൽ ഇഷ്ടം. ഈ കാറിന്റെ വീലിന് മാത്രം $12,000 ആണ് വില. ഈ കാർ വീലിന് മാത്രം. ഇപ്പോൾ ഈ പ്രണയമുള്ള പലരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അബ്ദുൽ സാഹിബ് സ്വന്തമാക്കിയ വാഹനങ്ങൾ ചോദിച്ച ആളുകൾ എത്തിയിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അതായത് ഫിലിമിലേക്ക് വേണ്ടി ചോദിക്കാറുണ്ട്, വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഈവൻ നമ്മൾ ജുമേറ റോഡിലൊക്കെ പോകുമ്പോൾ പല ലോക്കൽസ് തന്നെ ചോദിക്കാറുണ്ട്, അറിവുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനെല്ലാം ജസ്റ്റ് ഒരു വെയ്വിൽ ഒതുക്കുകയാണ്, ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയിട്ട് അങ്ങനെ നിർത്തുകയാണ്. കാരണം വിൽപ്പനക്കുള്ളതല്ല. അത് അവർക്ക് അപ്പോൾ മനസ്സിലാവും. എനിക്ക് ഒരു 5-8 വാഹനങ്ങൾ ഉണ്ട് ഇപ്പോൾ. അത് മോട്ടോർ സൈക്കിളായിട്ടും കാറായിട്ടും എല്ലാം ഉണ്ട്. ഇനി ഒന്നിപ്പം വന്നിട്ടുണ്ട്, ഇന്ന് എത്തിയിട്ടുണ്ട്. ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾ 1957 ജാവ. ഓക്കെ. അത് ഞാൻ കൊണ്ടുവന്നത് ഞാൻ മുമ്പ് നാട്ടിൽ നിന്ന് ഉപയോഗിച്ചത് ഒരു വണ്ടിയിൽ പെട്ടതാണ്. ഈ ജാവ, SG, റോഡ് കിങ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. യൂറോപ്പിൽ നിന്ന് ഇന്ന് ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് വേറൊരു ബൈക്ക് കൂടി ഉണ്ടല്ലേ? അത് ഹാർലി ഡേവിഡ്സൺ. അതൊരു വേറെ ഡിഫറെന്റ് പാഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ഓക്കെ. അവരിവിടെ കറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും കൂടുതൽ ക്ലാസിക് കാറുകളൊക്കെ സ്വന്തമാക്കാൻ കഴിയട്ടെ. വീണ്ടും ഇതേപോലെ റെയർ കാറുകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.